In an examination, 30% of the students got marks below 40 and 10% of students got marks above 75. Assuming the marks are normally distributed, find the mean and standard deviation of the distribution. For examination, 30% സ്റ്റുഡൻസിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 40 മാർക്കിനെ കാട്ടിയും ബിലോ ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് 75 മാർക്സിനെ കാട്ടി എബവ് കിട്ടിയിട്ടുള്ളത് 10% സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ റാൻഡം വേരിയബിൾ എന്താ വരുന്നത്? സ്റ്റുഡൻസിന്റെ മാർക്സ് ആണ് വരുന്നത്. അപ്പൊ എന്താണ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 40? അതായത് 40 മാർക്കിനെ കാട്ടിയും കുറവ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30% ആണ്, അതായത് 0.3 എന്ന് വന്നു അല്ലെ. അപ്പൊ നമുക്കിത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ടേംസ് ഓഫ് സെഡ് എഴുതാം. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം? സെഡ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ടേംസിനും ഒരു കണ്ടീഷൻ ആകുമ്പോൾ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യേണ്ടി വരും? സെയിം ടേംസ് കൊടുക്കണ്ടേ? അതായത് പ്രോബബിലിറ്റി ഓഫ് ഇവിടെ എന്ത് ചെയ്തു? എക്സ് നിന്ന് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്ത ഒപ്പം തന്നെ എന്ത് ചെയ്യണം? 40ലും അങ്ങനെ ചെയ്യണം. അപ്പൊ 40 മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു 0.3 എന്ന് വന്നു. അതായത് പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ, ഈ വാല്യൂവിനെ ഞാനിപ്പോ Z1 എന്ന് എടുക്കുകയാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ Z1 ഇസ് ഈക്വൽ ടു 0.3 എന്ന് വന്നു. ഓക്കെ, അതായത് ഇവിടെ Z1 ഇസ് ഈക്വൽ ടു എന്താണ്? 40 മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. ഇതെനിക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് ലൈനിൽ എനിക്ക് എഴുതി കൂടെ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 75 ഈസ് ഈക്വൽ ടു എന്താണ്? 10% ആണ്, അതായത് 0.1 അല്ലെ. ഇതിന് ഇൻ ടേംസ് ഓഫ് സെഡ് എഴുതുക, അതായത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഗ്രേറ്റർ ദാൻ 75 മൈനസ് മ്യൂ ബൈ സിഗ്മ ഈക്വൽ ടു 0.1 എന്ന് വരും. അതായത് എനിക്ക് എന്തെന്ന് എഴുതാം അതിനെ? പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ Z2 ഇസ് ഈക്വൽ ടു 0.1 എന്ന് എഴുതാം. എന്റെ Z2ന്റെ വാല്യൂ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 75 മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് വന്നു. ഓക്കെ, എന്റെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഞാൻ വരച്ചു. ലെസ് ദാൻ വരുമ്പോൾ നമുക്ക് എന്താണ്? ലെഫ്റ്റ് സൈഡ് ആണ് വരിക. ഓക്കെ, ഈ പ്രോബബിലിറ്റി എത്രയാന്ന് പറഞ്ഞു? ഈ ടോട്ടൽ പ്രോബബിലിറ്റി സ്റ്റാൻഡേർഡിന്റെ കർവിന്റെ ടോട്ടൽ പ്രോബബിലിറ്റി 0.1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ഭാഗം എത്രയാണ്? 0.5. അതുപോലെ തന്നെ ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ഭാഗം എത്ര തന്നെയാണ്? 0.5. ഇത് നിങ്ങൾക്ക് 0.3 ആണ് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 0.3 ആണ്. ഇവിടെ വാല്യൂ എന്താണ്? Z1 ആണ്. അതുപോലെ എന്താണ്? Z2 കാട്ടിയും കൂടുതലുള്ള പ്രോബബിലിറ്റി ഇവിടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 0.1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ Z2ന്റെ വാല്യൂം Z1ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാലല്ലേ എനിക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് നമുക്ക് നോർമലി നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് എങ്ങനെയാണെന്ന് അറിയല്ലോ. ഇവിടെ വാല്യൂ 0 തൊട്ട് Z വരെയുള്ള വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോ നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ കിട്ടണ്ടേ? ഇവിടെ ഈ ഒരു റീജിയന്റെ വാല്യൂ കിട്ടിയോണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഒരു റീജിയൻ കിട്ടിയാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു റീജിയന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 തൊട്ടിട്ട് Z1 വരെയുള്ള പ്രോബബിലിറ്റി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ എനിക്ക് പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ Z1ന്റെ വാല്യൂ ആണ് ഉള്ളത്. എനിക്ക് വേണ്ടത് എന്തിന്റെയാണ്? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z1ന്റെ വാല്യൂ കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏത് റീജിയൻ ആണ് വരിക? ഈ ഒരു റീജിയന്റെ അല്ലേ? 0 തൊട്ടിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചാലേ നമുക്ക് ആ ടേബിളിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ടോട്ടൽ അവിടെ എത്രയാണ്? 0.5 ആണ്. അതിന് 0.3 കുറച്ചാ പോരെ. അപ്പൊ എന്തെന്ന് വരും? ഇവിടെ 0.5 മൈനസ് 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 0.2 ആണ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് Z1ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ 0.2 എന്ന് പറയുന്ന പ്രോബബിലിറ്റിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ 0.2 എവിടെയുള്ളത് നോക്ക്. ഇത് 0.195 ഉണ്ട്, ഇത് 0.1950 ഉണ്ട്. ഇതാ ഈ വാല്യൂ അല്ലേ? ഓക്കെ, ഇത് 0.2 അല്ലേ? ഇതല്ലേ 0.2 വരുന്ന ഫസ്റ്റ് വാല്യൂ. അപ്പൊ ഇതിന്റെ നേരെ നോക്കുക, ഇത് 0.5 ആണ്. മുകളിലേക്ക് നോക്കുക, 0.3 ആണ്. അതായത് വാല്യൂ എത്രയാണ്? 0.53. എനിക്ക് Z1ന്റെ വാല്യൂ കിട്ടിയില്ലേ? Z1 ഈസ് ഈക്വൽ ടു എന്താണ്? 0.53. അപ്പൊ Z1 എന്തായിരുന്നു എന്റെ?
അപ്പൊ ഇത് നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ് -z1 എഴുതും. ഓക്കെ, അപ്പൊ നമുക്ക് 0 ലെസ് ദാൻ z1 എഴുതിയെങ്കിലും ഇത് നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി അപ്പൊ എന്താണ് മൈനസ്, സോ എന്തെന്ന് വരുന്നു z1 എന്തായിരുന്നു നിങ്ങളുടെ 40. ഈ മൈനസ് എന്തുകൊണ്ടാണ് ഞാൻ ഇട്ടത്? നമ്മളുടെ ലെഫ്റ്റ് സൈഡിലാണ് z1 എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാന് കണ്ടുപിടിക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ z1ന്റെ വാല്യൂ എങ്ങനെ കൊടുക്കാം? ഇവിടെ 40 മൈനസ് മ്യൂ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്നു? 0.53 എന്ന് വന്നു. ഇതിന്ന് നമുക്ക് ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? അതായത് -40 പ്ലസ് മ്യൂ ഇസ് ഈക്വൽ ടു 0.53 സിഗ്മ എന്ന് വന്നു അല്ലെ. നമുക്ക് വാരിയബിൾസ് ഒരു സൈഡിൽ എഴുതാം, അതായത് മ്യൂ പ്ലസ് പ്ലസ് അല്ലല്ലോ വരാം, നമുക്ക് ഭംഗി ഇക്വേഷൻ എഴുതാം. മ്യൂ ഇതിനെങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാല് -0.53 സിഗ്മ ഇസ് ഈക്വൽ ടു 40. എനിക്കൊരു ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി എനിക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടില്ലേ? ഇവിടെ എന്താണ് z2, അതും എന്തെന്നെയാ കിട്ടിയിട്ടുള്ളത്? ഗ്രേറ്റർ ആ കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഏത് റീജിയന്റെ വേണ്ടത്? 0 തൊട്ടിട്ടുള്ള റീജിയന്റെ ആണ് വേണ്ടത്. അതായത് ഈ ഒരു റീജിയന്റെ വാല്യൂ ആണ് എനിക്ക് എന്ത് വേണ്ടത് അല്ലേ? 0 തൊട്ടിട്ടുള്ള വാല്യൂ ആണ് വേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? വീണ്ടും 0.5 കുറച്ചാ പോരെ? ഓക്കെ, അതായത് ദ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z2 ഇസ് ഈക്വൽ ടു എന്തെന്നാണ്? 0.5 നിന്ന് z2 കഴിഞ്ഞിട്ടുള്ള വാല്യൂ, അതായത് 0.1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 എന്ന് കിട്ടും. അപ്പൊ നിങ്ങളുടെ z2 ഇതെന്താ ഞാൻ നെഗറ്റീവ് എടുക്കാണ്ടിരുന്നത്? പോസിറ്റീവ് സൈഡിലല്ലേ? z2 ഇസ് ഈക്വൽ ടു 0.4 എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കുക. ഇവിടെ 0.4015 അല്ലെ. അതിന്റെ നേരെ നോക്കുക, ഇത് എത്രയാണ്? 1.2. മുകളിൽ എത്രയാണ്? 0.09. അതായത് 1.29 ആണ് എന്റെ z2 അല്ലെ. അപ്പൊ z2 എന്ന് പറഞ്ഞത് എന്തായിരുന്നു? എന്റെ 75 മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.29. ഇതിന്റെ ഇക്വേഷൻസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ 75 മൈനസ് മ്യൂ ഇസ് ഈക്വൽ ടു 129 സിഗ്മ എന്ന് വരും. ഓക്കെ, 75 ഈസ് ഈക്വൽ ടു എന്താണ്? 1.29 സിഗ്മ പ്ലസ് മ്യൂ ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? 40 ഈസ് ഈക്വൽ ടു -53 സിഗ്മ പ്ലസ് മ്യൂ എന്നാണ് അല്ലെ. ഇതൊന്ന് ഈ രണ്ട് ഇക്വേഷനും, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 1 ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. സോറി, നമ്മൾ 1ഉം 2 ഓൾറെഡി എവിടെയെങ്കിലും എഴുതിയില്ലേ? കുഴപ്പമില്ല. ഈ മ്യൂവും ഇത് ആഡ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കാം. ആഡ് ചെയ്താൽ നമുക്ക് ക്യാൻസൽ. ഓക്കെ, മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാട്ടോ. ഇത് മൈനസ് ചെയ്തൊക്കെ മ്യൂ ഗെറ്റ് ക്യാൻസൽ. അപ്പൊ 1.29ഉം മൈനസ് വരുമ്പോൾ ഇത് പ്ലസ് ആവും. ദാറ്റ് ഈസ് 1.82 സിഗ്മ ഈക്വൽ ടു 75 മൈനസ് 40 ആകുമ്പോൾ 35. സിഗ്മ ഇസ് ഈക്വൽ ടു 35 ബൈ 1.82 ഇസ് ഈക്വൽ ടു 19.23 എന്ന് കിട്ടും. ഓക്കെ, ഇനി മ്യൂ ഇസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ പോരെ? മ്യൂ ഇസ് ഈക്വൽ ടു 40, ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാ, പ്ലസ് 0.53 സിഗ്മ എന്ന് വരും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 50.1923 എന്ന് കിട്ടും. ഇതല്ലേ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? രണ്ടിന്റെയും വാല്യൂ കിട്ടിയില്ലേ? ഓക്കെ, ഈ മോഡലിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. ഈ സെയിം പാറ്റേണിൽ ചെയ്യാം, ജസ്റ്റ് ഈ വാല്യൂസിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ.